أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القاني والمعتر كذلك سخرناها لكم لعلكم تشكرون لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ അമലു സ്വാലിഹാത്തുകളും ഖാലിസായ നിയ്യത്തോടു കൂടി അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടും ഉദ്ദേശത്തോടും കൂടി ചെയ്യണം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് അല്ലാഹുവിങ്കൽ അത് സ്വീകാര്യമാകുന്നത്. അപ്പോൾ മാത്രമാണ് സ്വാലിഹായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അങ്ങനെ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമേ ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചത്. ദുൽഹജ്ജ് മാസവുമായും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുമൊക്കെയായി ബന്ധപ്പെട്ട് നാം നിർവഹിക്കാറുള്ള മറ്റൊരു വിശുദ്ധമായ കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. ഉദ്ഹിയ്യത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബലികർമ്മം. നേരത്തെ ഞാൻ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു നിർബന്ധ സ്വഭാവത്തിൽ പലപ്പോഴും ആളുകൾ എടുക്കാറില്ലാത്ത, നമ്മുടെ കയ്യിൽ അതിനൊക്കെ കഴിവുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭത്തിൽ വേണമെങ്കിൽ ആവാം എന്ന് തോന്നി ചെയ്യുന്ന ഒരു കർമ്മമായിട്ടാണ് പലപ്പോഴും ബലികർമ്മത്തെ നമ്മൾ കാണാറുള്ളത്. നിർബന്ധമാണ് എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ ഓരോ മനുഷ്യനും അല്ലാഹുവിന് സമർപ്പിക്കുന്ന ഈ ബലി, അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പഠിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഒഴിവാക്കാൻ പറ്റാത്ത, സാധ്യതയുണ്ടെങ്കിൽ മാറ്റി നിർത്താൻ പാടില്ലാത്ത അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടതാണ് ബലികർമ്മവും എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ ഈ വിഷയം ഞാൻ പറയാൻ കാരണം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഉദ്ഹിയ്യത്ത് നമുക്കറിയാം. മാ യദ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി ഫി യൗമിൻ നഹർ വ അയ്യാമു തശ്രീഖ് തഖർറുബൻ ഇലല്ലാഹി തആല. അള്ളാഹുവിൻ്റെ പ്രീതിയും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് ഈദ് ദിവസത്തിൽ, അതിന് പേരിട്ട് തന്നെ യൗമുൻ നഹർ എന്നുകൂടിയാണ്, ബലിയുടെ ദിവസം. ആ ബലി ദിവസത്തിലും തുടർന്ന് വരുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും നമ്മൾ നടത്തുന്ന ബലികർമ്മത്തിനാണ് ഉദ്ഹിയ്യത്ത് എന്ന് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഇബാദത്തുകളെ കൂട്ടത്തിൽ പ്രാധാന്യമുണ്ട്, നല്ല പ്രാധാന്യമുണ്ട് എന്ന് ഖുർആനും സുന്നത്തും പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മം. എന്നു മുതലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ബലി നിർബന്ധമാക്കപ്പെട്ട, അല്ലെങ്കിൽ ബലികർമ്മം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതൽ തന്നെ അത് നിലവിലുണ്ട് എന്നാണ് ഉത്തരം. ആദം നബി അലൈഹി സ്വലാമിൻ്റെ 2 മക്കളായിരുന്ന ഹാബേലും ഖാബേലും
അവർ അള്ളാഹുവിന് നൽകിയ ഒരു ബലിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം, ആദമിന്റെ 2 മക്കളുടെ സംഭവം അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തോടു കൂടി. ഇത് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ, അവർ 2 പേരും അള്ളാഹുവിന് ഒരു ബലി സമർപ്പിച്ചപ്പോൾ അവരിൽ ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, രണ്ടാമത്തെ ആളിൽ നിന്ന് ബലി അള്ളാഹു സ്വീകരിച്ചില്ല. അങ്ങനെ സ്വീകരിക്കാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ല അഖ്തലന്നക, ഞാൻ നിന്നെ കൊല്ലും. ഖാല ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ, ബലി സ്വീകരിക്കുക അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് വേറെ ഒരു സംഭവമാണ്. ആബേലും ഹാബേലും തമ്മിലുണ്ടായ ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ ഒരുപാട് ചില സ്ഥലങ്ങളിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അന്ന് മുതൽ തന്നെ ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു. കാരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ ബലിയായിരുന്നു. രണ്ടാമത്തെ ആളുടെ ബലി അള്ളാഹു സ്വീകരിച്ചില്ല. കാരണം അതിനുണ്ടാകേണ്ടതായ ഗുണങ്ങൾ, ഇഖ്ലാസ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി, പടച്ചവനുമായി അടുക്കുക എന്ന ലക്ഷ്യവും ഉദ്ദേശവും അതിനില്ലാത്തത് കൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്തില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നീട് ഈ ബലിയെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ആ സംഭവം നമുക്കറിയാവുന്നതാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട വിഷയം. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ബലികർമ്മം നിലവിലുണ്ടായിരുന്നു. അന്ന് ബലിയെറുക്കുന്ന ഈ മൃഗങ്ങളുടെ മാംസവും രക്തവുമൊക്കെ കഅബാലയത്തിന്റെ ചുമരുകളിൽ തന്നെ തേച്ചു പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റി ഇസ്ലാമിൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് ബലികർമ്മം നടത്തേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലി എന്ന് പറയുന്നത് അള്ളാഹുവിന് നൽകുന്ന സമർപ്പണത്തിന്റെ പേരാണ്. അത് ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കർമ്മം കൂടിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈമാനും ഇസ്ലാമും എന്ന് പറയുന്നത് ശരീഅത്തി മാർഗത്തിൽ നമ്മൾ അള്ളാഹുവിന് നൽകുന്ന ബലിയാണ്. നമസ്കാരവും നോമ്പും പോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിന് നമ്മൾ നൽകുന്ന ബലിയാണ്. ജിഹാദ് എന്ന് പറയുന്നത് ജീവിതം മുഴുവൻ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ബലിയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് എന്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ ബലിയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തിൽ വരുന്ന സായുധമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുന്ന സായുധ സമരം ജീവൻ നൽകുന്ന ബലിയാണ്. ഇങ്ങനെ ബലി എല്ലാ തലങ്ങളിലും ഇസ്ലാം നിർണയിക്കപ്പെട്ടിരിക്കുന്നു, സത്യവിശ്വാസികൾക്ക് ജീവിതത്തിന്റെ ഭാഗമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ആ മഹിതമായ ചരിത്രം ജീവിതത്തിൽ നമ്മൾ ഓർക്കുകയും അത് ആ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കുക അല്ലെങ്കിൽ അവരിൽ ഉണ്ടാവണമെന്ന് കൽപ്പിക്കപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് ബലി എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഹജ്ജില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ വാചകം അതിന് തെളിവാണ്. വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, ഒട്ടകങ്ങളെ, ബലിക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട ഒട്ടകങ്ങളെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാക്കി നാം നിർണയിച്ചിരിക്കുന്നു. ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ഖൈറുണ്ട്, നിങ്ങൾക്കതിൽ ഗുണകരമായ സംഗതികളുണ്ട്. അതുകൊണ്ട് ഫദ്കുറുസ്മല്ലാഹി അലൈഹാ സവാഫ്, അതിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കണം. ഒട്ടകത്തെ അറുക്കുന്നത് നിർത്തിക്കൊണ്ടായതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറയുന്നത്. ഫഇദാ വജബത് ജുനൂബുഹാ, അങ്ങനെ അത് അറുക്കപ്പെട്ടാൽ, അത് പാർശ്വങ്ങളിലേക്ക് ചെരിഞ്ഞാൽ അഥവാ അതിന് അറുക്കപ്പെട്ടാൽ ഫകുലൂ മിന്നാ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഅതീമുൽ ഖാനിയ വൽ മുഅ്തർ, അതുപോലെ തന്നെ ആവശ്യങ്ങൾ പറയാതെ ദരിദ്രരായി ജീവിക്കുന്ന ആളുകൾക്കും തന്റെ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയുന്ന ദരിദ്രരായ ആളുകൾക്കും, ഖാനിയും മുഅ്തറും 2 വിഭാഗമാണ്, ആ 2 വിഭാഗം ആളുകൾക്കും നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തഷ്കുറൂൻ, ഇவ்விധം മൃഗങ്ങളെയും ജീവിത വിഭവങ്ങളെയും നിങ്ങൾക്ക് അള്ളാഹു വിധേയമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് വേണ്ടി. പിന്നീട് പറഞ്ഞു ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, ഇസ്ലാമിന്റെ ബലികർമ്മത്തിന്റെ സത്ത, അതിന്റെ ആത്മാവ് എന്താണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ആയത്ത് കൂടിയാണിത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രതിയോഗികൾ ആരോപിക്കാറുള്ള ഒരു സംഗതി,
ആ ബലിയിലൂടെ രക്തം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രക്തത്തെ കൊതിക്കുന്ന മൃഗങ്ങളെ കൊല്ലാകൊല ചെയ്യുന്ന ഒരു സംവിധാനം ഇസ്ലാമിനകത്തുണ്ട്. അതുകൊണ്ട് ഓറിയന്റലിസ്റ്റുകളായ യുക്തിവാദികളായ ആളുകളും ഇസ്ലാമിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട്, ബലികർമ്മം ഇസ്ലാമിലില്ല, അങ്ങനെ ഒന്ന് അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല, അതൊക്കെ പിന്നീട് ഉണ്ടായതാണ് എന്നൊരു വാദം ഇന്നും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട അമലുസ്വാലിഹാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷ്യവും അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒരിക്കലും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതേസമയം ആ ഒരു കർമ്മം നിർവഹിക്കുക വഴി, അതിലേക്ക് നിങ്ങൾ വരിക വഴി, നിങ്ങൾ അള്ളാഹുവിനോട് പുലർത്തുന്ന തഖ്വയാണ് പടച്ചതമ്പുരാൻ പരിശോധിക്കപ്പെടുന്നത്. ബാക്കിയുള്ളത് മുഴുവൻ നിങ്ങൾ ആർക്ക് കൊടുക്കണം എന്ന് നേരത്തെ അതിന്റെ മുമ്പുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് കൊടുക്കണം, വിതരണം ചെയ്യണം, നിങ്ങൾക്കും കഴിക്കാം. വഅതീമുൽ ഖാനിയ വൽ മുഅ്തർ, ആവശ്യക്കാരനും അത്യാവശ്യക്കാരനുമൊക്കെ നിങ്ങൾക്കത് വിതരണം ചെയ്യുകയും ചെയ്യാം. പക്ഷേ നിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് വലാകിൻ യനാലു തഖ്വാ മിൻകും. ആ ബലി എന്ന് പറയുന്ന ചരിത്രത്തിലൂടെ നിലനിർത്തപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിലൂടെ പടച്ചതമ്പുരാൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആ ഒരു കർമ്മത്തിന്റെ വിശുദ്ധി അത് അള്ളാഹുവിലേക്ക് എത്തണമെന്ന് പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്നു. സഖറഹാലക്കും, അவ்விதം ഈ ജീവികളെ അള്ളാഹു നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ, അവനെ സ്തുതിക്കാൻ, അവനെ ബഹുമാനിച്ചുകൊണ്ട് അവന്റെ പ്രകീർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് സുഹൃതവാന്മാരായ ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ പറയുന്നു. ഞാൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഈ വിഷയത്തിലുണ്ടായ സംഗതികളെ വിശദമായി പറയാൻ നമുക്കിപ്പോൾ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തന്റെ വാർദ്ധക്യത്തിലുണ്ടായ ഒരു കുഞ്ഞ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞ് അവന് മാത്രം പോന്ന ഒരു സന്ദർഭം എത്തിയപ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിപ്രായമൊക്കെ വിട്ട് അധ്വാനിക്കാനും ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് ഇറങ്ങാനുമൊക്കെ അവസരമായ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന ദർശനം നൽകുകയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്. പടച്ചതമ്പുരാൻ അത് പറയുന്നുണ്ട്. ഫലമ്മാ ബലഗ മഅഹു സഅയ, അദ്ദേഹം ആ കുട്ടിക്ക് പ്രായമെത്തിയപ്പോൾ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അൻ അദ്ബഹുക, മകനെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്നെ അറുക്കണമെന്ന് അല്ലാഹു എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. ഫൻദുർ മാദാ തറ, എന്താണ് നിന്റെ അഭിപ്രായം? അഭിപ്രായം ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മകനെ, എനിക്കിങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? ആ മകന്റെ മറുപടിയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖാലയ അബത്തി ഇഫ്അൽ മാ തുമർ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജുദിനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനക്ക് മറുപടിയായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തന്റെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറയുകയും ചെയ്യുന്നു. പിന്നീട് നടന്നത് സംഭവമാണ്, ചരിത്രമാണ്. അവിടെ ആടിനെ അറുക്കുന്നില്ല. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, കമിഴ്ത്തി കിടത്തുകയും ഈ ബലി സ്വീകരിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോ, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നാം വിളിച്ചുവല്ലയോ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുയ, നിങ്ങൾ അല്ലാഹു ഏൽപ്പിച്ച ടാർഗറ്റ് നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഖദ് സദ്ദഖത റുയ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ദർശനം, സ്വപ്ന ദർശനം നിങ്ങൾ സത്യപ്പെടുത്തി. നിങ്ങൾ അതിനു വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കി ഇവിടെ വന്നില്ലേ? നിങ്ങളെ മകനെ കൂട്ടി വന്നു, കത്തി മൂർച്ച കൂട്ടി, അവനെ കമഴ്ത്തി കിടത്തി. ആ കത്തിയുടെ മൂർച്ച പരിശോധിക്കാൻ തൊട്ടടുത്തുള്ള പാറക്കല്ലിലൊന്ന് വെട്ടി നോക്കി. പാറ രണ്ടായി പിളർന്നു. ഒന്നും ബാക്കി വെച്ചില്ല. തന്റെ മകന്റെ കണ്ടനാടി അറുക്കണമെന്ന നിയ്യത്തോടു കൂടി തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കമിഴ്ത്തി കിടത്തുകയും അവന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് അറുക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു ഇബ്രാഹിം പ്രവാചകരെ. അള്ളാഹുവിന് രക്തമല്ല ആവശ്യം, അള്ളാഹുവിന് മാംസമല്ല ആവശ്യം, നിങ്ങളുടെ കുഞ്ഞിനെ കൊല ചെയ്യണമെന്നതല്ല അള്ളാഹുവിന്റെ ആവശ്യം. നിങ്ങളുടെ സന്നദ്ധത പരിശോധിക്കണം. നിങ്ങൾ ലോകത്തിന്റെ നേതാവാണ്, നിങ്ങളൊരു പ്രവാചകനാണ്, വരാനിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മത്തും മുസ്ലിമയുടെ പിതാവാണ്, പിതാമഹനാണ് നിങ്ങൾ. നിങ്ങളുടെ സിദ്ഖും നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ശുക്റും
പരിശോധിക്കപ്പെടണമെന്നേ അള്ളാഹുവിനുണ്ടായിരുന്നുള്ളൂ. അത് പരിശോധിക്കപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് നിർത്താം. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇതുപോലെയാണ് നാം സുഹൃതവാന്മാരായ ആളുകൾക്ക് പ്രതിഫലം നൽകുക. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. എന്നിട്ട് ഖുർആൻ പറയാൻ, ഇത് വല്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു ഇബ്രാഹിം നബിയെ, ഇത് വല്ലാത്ത ഒരു പരീക്ഷണമാണ്. എന്നിട്ട് വഫദൈനാഹു ബിദിബ്ഹിൻ അളീം, ഒരു തടിച്ച, ഒരു നല്ല സമൃദ്ധമായ ഒരു ബലി പകരം നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി നൽകി. വതറകനാ അലൈഹി ഫിൽ ആഖിരീൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ കീർത്തിയും പ്രശസ്തിയും പേരും പെരുമയും വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി അല്ലാഹു സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. നമുക്കറിയാവുന്ന സംഭവമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കുന്നില്ല. അവിടെ ജിബ്രീൽ അലൈഹി സ്വലാം ഒരാട്ടിൻകുട്ടിയെ എത്തിച്ചു കൊടുക്കുകയും ആ ആട്ടിൻകുട്ടിയെ അറുക്കുകയും ചെയ്യുന്നു. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ ഹാജിയും അവര് മിനയിൽ വെച്ച് അറുക്കുന്നു, അവരുടെ ബലിമൃഗത്തെ അറുക്കുന്നു. അതിനനുസ്മരിച്ചുകൊണ്ട് തന്നെ ഈ പെരുന്നാളിന്റെ യൗമുൻ നഹർ ബലിയുടെ ദിവസത്തില് നമ്മളും അത് ആവർത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇഷ്ടത്തിന്റെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്ന ഇബ്രാഹിം നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി ഖുർആൻ പറഞ്ഞത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടാണ് അങ്ങേയറ്റത്തെ ഇഷ്ടം. ഒരുപാട് ചരിത്രം അതിന് സാക്ഷിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിനോടുണ്ടായിരുന്ന ഇഷ്ടത്തിന് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് കൂടി ഭാഗമാണ് നമ്മുടെ ബലികർമ്മം എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഉളുഹിയത്തു സുന്നത്തും മുഅക്കദത്തുൻ, വളരെ പ്രബലമായ സുന്നത്താണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, മൻകാന ലഹു സഅത്തുൻ, ആർക്കെങ്കിലും ബലി കൊടുക്കാൻ, ബലിയെറുക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ വലം യുളഹി, അവൻ ബലി നൽകിയില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, നമ്മുടെ ഈദ്ഗാഹിലേക്ക് നമസ്കരിക്കാൻ അവൻ വരേണ്ടതില്ല. ശരിക്കും നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഉളുഹിയ്യത്ത് തുടങ്ങുക, നമസ്കാരത്തിന് മുമ്പല്ല, നമസ്കാരത്തിന് ശേഷം. പക്ഷേ റസൂൽ പറയുന്നത്, നമുക്ക് കഴിവുണ്ട് ബലിയെറുക്കാൻ, പക്ഷേ ബോധപൂർവം ആ ബലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ നമസ്കാരം കഴിഞ്ഞിട്ട് ബലികർമ്മത്തിലേക്കല്ല പോകുന്നതെങ്കിൽ അവരിങ്ങോട്ട് വരണ്ട. ഫലാ തഖ്റബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലയിലേക്ക് അവരെ വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത്രയും വിശുദ്ധമായ ഒരു കർമ്മം. ബലികർമ്മത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിക്കുന്ന ഒരു കർമ്മം കൂടിയാണ് ബലി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലപ്പെട്ടത് നമ്മുടെ സമ്പത്ത്, അല്ലാഹു ഒരുപാടൊന്നും കൊടുക്കണ്ട. ഒരു ബലിമൃഗത്തിന് അറുക്കാന്ന് പറഞ്ഞാൽ അത് ഒരു മാടാണെങ്കിൽ ആടാണെങ്കിൽ മാത്രമാണ് ഒരാൾക്ക് നിർബന്ധമായും ഒരാളെ അതിനുണ്ടാകാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൽ വ്യവസ്ഥ ഉള്ളത്. അല്ല, പോത്തോ അല്ലെങ്കിൽ പശുവോ അതുപോലുള്ള ഏതെങ്കിലും മൃഗമാണെങ്കിൽ 7 ആളുകൾക്ക് വരെ ഷെയർ കൂടാം, അവനവന്റെ സാമ്പത്തികമായ സുസ്ഥിതിക്കനുസരിച്ച്, സാമ്പത്തികമായ അവസ്ഥകൾക്കനുസരിച്ച്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക അവസ്ഥയും നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളും അള്ളാഹുവിനോടുള്ള ഒരു മറുപടിയും വെച്ചുകൊണ്ടാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അള്ളാഹിനോടാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച, എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റിയിട്ടില്ല, മനിസ്തതാ ഇലൈഹി സബീല, എനിക്ക് തടിയാലും മുതലാലും വഴിയാലും അങ്ങോട്ട് പോകാനുള്ള അവസരമുണ്ടായില്ല എന്ന് പറയേണ്ടത് നാട്ടുകാരോടല്ല, റബ്ബിനോടാണ്. അത് പറയാൻ പറ്റുന്നവന് പോകേണ്ടതില്ല ഹജ്ജിന്. എന്നതുപോലെ തന്നെ എനിക്ക് ബലിയെറുക്കാൻ അല്ലെങ്കിൽ അതിന്റെ 7 ഷെയർ ഹോൾഡേഴ്സിൽ ഒരു ഷെയർ എടുക്കാൻ എനിക്ക് റബ്ബെ പറ്റുമായിരുന്നില്ല എന്ന് അള്ളാഹുവിനോട് ന്യായം പറയാൻ, മഅ്ദറത്ത് പറയാൻ പറ്റുന്നവര് ബലികർമ്മത്തിൽ ഏർപ്പെടേണ്ടതിൽ അവർക്ക് നിർബന്ധമില്ല. അതല്ല, അങ്ങനെ ന്യായം പറയാൻ പറ്റാത്തവണ്ണം അള്ളാഹുവിന്റെ അനുഗ്രഹവും സാമ്പത്തികമായ അവസ്ഥകളും അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്കുണ്ടെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. കാരണം അത് തൗഹീദിന്റെ സാക്ഷ്യമാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന വലിയ പ്രതിഫലമുള്ളതാണ്. അള്ളാഹുവിനല്ലാത്തത് സമർപ്പിച്ചാൽ അത് ഭയങ്കര കുറ്റമുള്ളതാണ്. അതാ ഖുർആൻ പറഞ്ഞത്, ഹുർരിമത് അലൈക്കുമുൽ മൈത്തതു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, നിങ്ങൾക്ക് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു ശവം, അതുപോലെ തന്നെ മാംസം, വലഹമുൽ ഖിൻസീർ പന്നി മാംസവും. കൂട്ടത്തിൽ പറഞ്ഞു വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതും നിങ്ങൾക്ക് ഹറാമാണ്. അതിനർത്ഥം അള്ളാഹ്ക്ക് വേണ്ടി അറുക്കാൻ പാടുള്ളൂ. അങ്ങനെ അറുക്കുന്നത് അള്ളാഹുവിന്റെ തഖ്വ ആഗ്രഹിച്ച്, പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് അങ്ങേയറ്റത്തെ പ്രതിഫലവും ഉള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ബലികർമ്മത്തിന് ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, ഇദാ ദഖലത്തിൽ അശറ, ദുൽഹജ്ജ് 10ലേക്ക് വരുന്നു, ദുൽഹജ്ജിലേക്ക് 10ന്റെ ആദ്യത്തെ ദിവസങ്ങളിലേക്ക് കടന്നാൽ, വഅറാദ അഹദുക്കും അൻ യുളഹ,
ആരെങ്കിലും ബലി കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫലാ യമുസ്സി മിൻ ശഅരിൻ വബശരിഹി ശൈഅൻ, അവന്റെ മുടി കളയാൻ പാടില്ല, ശരീരത്തിൽ നിന്നൊന്നും കളയാൻ പാടില്ല, അവന്റെ തൊലിയിൽ നിന്നൊന്നും കളയാൻ പാടില്ല. കാരണം ഈ ഹജ്ജിനോടുള്ള ഈ കർമ്മത്തോടുള്ള ഒരു ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പിന്നീട് നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ എന്ന് പഠിപ്പിക്കപ്പെട്ടു. കാരണം ഇത് അതിനോടുള്ള ഒരു ഐക്യദാർഢ്യത്തിന്റെ ഭാഗം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിക്കപ്പെട്ട ഈ ബലി എന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ഒരു നാട്ടിൽ നമ്മൾ ചെയ്യുന്ന അറഫ നോമ്പ് പോലെ തന്നെ നമ്മൾ അറഫയിൽ ആജുമാറി നിൽക്കുമ്പോൾ അറഫയിൽ നോമ്പ് നിൽക്കും. അവർ മിനയിൽ ബലികർമ്മം നടത്തുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന 4000 കൊല്ലങ്ങൾക്കപ്പുറം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയ ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ച ആ വിജയത്തിന്റെ ഒരു നന്ദിയായി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അതിന് സാക്ഷിയായി നമ്മൾ സമർപ്പിക്കുന്ന ഒരു കർമ്മം കൂടിയാണ്. അത് അല്ലാഹു തീരുമാനിച്ചതാണ്. വലികുല്ലിൻ ജഅൽനാ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ സമൂഹങ്ങൾക്കും അല്ലാഹു ഓരോ ആരാധനാ രീതികൾ നിർണയിച്ചിട്ടുണ്ട്. ലിയദ്കുറസ്മല്ലാഹി അലൈഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നാൽക്കാലികളിൽ അവയിൽ അല്ലാഹുവിനെ നിങ്ങൾ സ്മരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫലഹു അസ്ലിമു, നിങ്ങൾക്ക് നാഥൻ നിങ്ങളുടെ റബ്ബ് ഒരൊറ്റ റബ്ബാണ്, അവന്റെ മുമ്പിൽ നിങ്ങൾ കീഴ്പ്പെടണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അത്രയും പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. കാനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്ർ ഹത്താ യതഅം, പ്രവാചകൻ ചെറിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടിട്ടില്ല. വലാ യതഅമു യൗമൻ നഹർ ഹത്താ യദ്ബഹ്, അതുപോലെ തന്നെ ബലിപെരുന്നാളാണെങ്കിൽ പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല ബലികർമ്മം നടത്തുന്നത് വരെ. നമസ്കാരം കഴിഞ്ഞാൽ നേരെ ബലികർമ്മമാണ്. ആ ബലികർമ്മം നടത്തിയിട്ട് മാത്രമേ റസൂല് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ചെറിയ പെരുന്നാളാണെങ്കിൽ നോമ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പെരുന്നാളിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന അശ്റ സിനീന യുളഹി, പ്രവാചകൻ 10 വർഷവും മദീനയിൽ ഈ ഉളുഹിയത്ത് നടത്തപ്പെട്ടിരുന്നു. പ്രവാചകൻ അത് നിർബന്ധമായി തന്നെ എല്ലാ വർഷവും നിലനിർത്തിയിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ കർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യം നൽകണം. അതോടൊപ്പം പറയാനുള്ളത്, അത് നമ്മുടെയൊക്കെ നാട്ടിൽ പലപ്പോഴും വല്ലാത്ത ഒരു ആഡംബരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഒക്കെ ഒരു അവസ്ഥയിലപ്പുള്ളത്. മഹല്ലുകൾ തമ്മിലുള്ള മത്സരം, 60 അവിടെ അറുത്താൽ 70 ഇവിടെ അറുക്കുക, അല്ലെങ്കിൽ 40 അവിടെ 10, അല്ലെങ്കിൽ 10 അവിടെ 15 ഇവിടെ, എന്നിട്ട് ഓരോ വീട്ടിലും 10ഉം 20ഉം കിലോ ഭക്ഷണം, ഈ ഇറച്ചി മാസങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്ന ഒരു കർമ്മമായി ഉളുഹിയത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് അപ്പുറത്തും കൊടുക്കൂല ഇപ്പുറത്തും കൊടുക്കൂല, നമ്മളെ മഹല്ലിലുള്ള ആളുകൾക്ക് മാത്രം. ഈ മഹല്ലിലുള്ള ആളുകളിൽ പലപ്പോഴും ഒരുപക്ഷെ അത് ആവശ്യമില്ലാത്ത വണ്ണം അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവരായിരിക്കും 90% ആളുകളും. അവരൊക്കെ എന്നും ഇറച്ചി വാങ്ങുന്നവരാ. ഉളുഹിയത്തിന്റെ ഇറച്ചി ഇങ്ങനെ വരുമ്പോൾ വാങ്ങി വെക്കുന്നു എന്നതേ അവർക്ക് ഉള്ളൂ. അതിന്റെ ഒരു ആവശ്യകത പലപ്പോഴും അവർക്ക് ഉണ്ടാവില്ല. അതേസമയം ഇന്ത്യയിലെ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയി നോക്കണം. ഇന്ന് ഒരുപാട് സംഘടനകൾ അൽഹംദുലില്ലാ ആ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉളുഹിയത്തൊക്കെ ഇവിടെ നടത്തുന്നതിന് പകരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെയൊക്കെ പോകുന്ന പ്രവർത്തകന്മാർ, വളണ്ടിയർമാർ കണ്ണീരോടെ പറയാറുള്ള ഒരു സംഗതിയുണ്ട്. നമ്മൾ ഈ ഉളുഹിയത്തിന്റെ മാംസം ഒരു കവറിലാക്കി അവർ കൊടുക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് കഴിഞ്ഞ ഉളുഹിയത്തിന് കിട്ടിയത്, അതിന്റെ ശേഷം ഞങ്ങൾ ഈ സാധനം കണ്ടിട്ടില്ല, ഞങ്ങൾ മാംസം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇപ്പോഴാണ് രണ്ടാമത് കിട്ടുന്നത്. നമ്മുടെ മക്കൾക്ക് ഇറച്ചി വേണ്ട. കാരണം കഴിച്ച് അവർക്കത് വേണ്ടാതായിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, ഈ അവസ്ഥയിലാണ് നമ്മുടെ മഹല്ലുകളും നമ്മുടെ സംവിധാനങ്ങളും നാട്ടുകൂട്ടങ്ങളും മുസ്ലിം കൂട്ടങ്ങളും ഒക്കെ ഈ മേനി കാണിക്കാനും, അല്ലെങ്കിൽ മേൽക്ക് മേലെ കറുത്ത് ഉള്ളവന് തന്നെ വീണ്ടും കൊണ്ടുപോയി കൊടുത്ത് പല സംഗതികളും നമ്മൾക്ക് അങ്ങനെയാണ്. ഫിത്ർ സക്കാത്തൊക്കെ കൂട്ടമായി കൊടുക്കുന്നതിന്, സംഘടിതമായി പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് പകരം നമ്മളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പലപ്പോഴും സ്വീകരിക്കാം. മേലെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിലേക്ക് നഷ്ടമില്ല, ലാഭമില്ല. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിലാണ് പല സംവിധാനങ്ങളും പോകുന്നത്. ഞാൻ പറയുന്നത് ഇതിന്റെ ഒക്കെ ലക്ഷ്യം പഠിക്കാത്തത് കൊണ്ടാണ്. എന്തിനാണ് ബലിമാംസം? നേരത്തെ പറഞ്ഞില്ലേ, 2 വിഭാഗം നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം. അതോടൊപ്പം അത് ആവശ്യമുള്ള കാനിയുൽ മുഅ്തർ. ആരാണ് കാനിയൽ? ഉണ്ടാവൂല ഒന്നും, പക്ഷെ പറയില്ല. ദരിദ്രനാണ്, പക്ഷെ ആരെ മുമ്പിലും അഭിമാനം വിട്ട് കളിക്കാത്തവൻ. സമൂഹത്തിൽ അങ്ങനെയുള്ളവർ നമ്മൾ കാണൂല പലപ്പോഴും. അവന് കൊടുക്കണം, മുഅ്തറിന് കൊടുക്കണം. തന്റെ പ്രയാസങ്ങൾ ആളുകൾ അറിയിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ആരായാലും ശരി, ഈ 2 വിഭാഗത്തിനും അത് കൊടുക്കണം
എന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നു. അതുകൊണ്ട് ആവശ്യക്കാരിലേക്ക് അത് എത്തിക്കണം. നമ്മൾ പറയണം എൻ്റെ വീട്ടിൽ ഇറച്ചിയുണ്ട്, നിങ്ങളത് ആവശ്യമുള്ളവർക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമ്മളത് വാങ്ങി വെക്കലാണ് നിർബന്ധമെങ്കിൽ നമ്മളത് കൊണ്ടുപോയി കൊടുക്കണം. എനിക്കറിയാം ഇന്ന കുടുംബത്തിൽ ഇത് കിട്ടിയിട്ടുണ്ടാവില്ല, അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് പറയാനുള്ളത്, വരാൻ പോകുന്ന ഈദുൽ അദ്ഹയിൽ സാധ്യമാകുന്ന ആളുകൾ മുഴുവൻ ഈ കർമ്മം നിർവഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ പ്രതിഫലം, അള്ളാഹുവിന്റെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന പ്രതിഫലങ്ങള്, അമൽ സ്വാലിയാത്തുകളെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒന്നാണ് ഈ ബലികർമ്മം എന്ന് പറയുന്നത്. നമ്മളെ മീസാനൊക്കെ ഒന്ന് കനം തൂങ്ങണം. അതിനുവേണ്ട അമൽ സ്വാലിയാത്തുകൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഖാലിസായ നിയ്യത്തോടു കൂടി ചെയ്യാനും അത് അള്ളാഹുവിന്റെ മീസാനിൽ കനം തൂങ്ങാനും അവിടത്തെ പടച്ചവൻ തരുന്ന കിതാബിൽ രേഖപ്പെടുത്താനും അതുവഴി നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാനുമുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.